Where is the line between dreaming and feeling blue? It's 4 o'clock in the evening. I haven't left my room, but the truth is, if I'm honest, I feel stuck here in the middle. Am I one of those crazy people? Should I stay here or should I let go? Hello my dears, hi and namaskaram. Welcome back to my YouTube channel. Welcome back to Eat Talk Love with me, Nimi. അപ്പോൾ ഈ ടോക്ക് ലവിൻ്റെ പുതിയൊരു എപ്പിസോഡ് നമ്മളിതേ ഷൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ഈ ടോക്ക് ലവിൻ്റെ ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റഡ് ചോദ്യമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പോവാം. നമ്മുടെ ലാസ്റ്റ് ഈ ടോക്ക് ലവ് കമൻസ് ഒക്കെ ഞാൻ വായിച്ചു. ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം ഭയങ്കര എന്താ പറയുക, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മൾ പറയുന്നതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഉള്ളത് എന്ന് അറിയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദെയർ. ലവ്. സോ യെസ്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ചോദ്യം ഐശ്വര്യ മിഥുൻ്റെ ആണ്. ഹായ് ഐശ്വര്യ. നിമ്മി മിസ്സിങ് യുവർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആൻഡ് വ്ളോഗ്സ് വിത്ത് ആര്യൻകുട്ടൻ. നമ്മൾ റെസ്യൂം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നടന്ന് വിചാരിക്കുന്ന വീഡിയോസ് എല്ലാം. Can you share what are the pros and cons of hair coloring? I really wanted to color my hair. Tips for beginners before doing so. അപ്പോൾ നമുക്ക് ഹെയർ കളറിങ്ങിൻ്റെ ഒരു പ്രോസ് ഒക്കെ പറയുകയാണെങ്കിൽ, നമ്മളുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പിന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തരും നമുക്ക്. അതായത് നമ്മൾ സാധാരണ ബ്ലാക്ക് ഹെയറിനെക്കാളും വേറൊരു കളർ ഹെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് തരുന്ന ഒരു ഡിഫറൻസ് ലുക്കിലുള്ളത്. പിന്നെ നമുക്ക് തന്നെ ഒരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ തോന്നും. വിൽ ഫീൽ ഗുഡ്. നമുക്ക് കുറേ കാലം ഒരേ രീതിയിൽ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു ലുക്ക് ചേഞ്ച് ഒക്കെ വരുമ്പം നമ്മൾക്ക് ഒരു ഫീൽ ഗുഡ് തരും. അത് നമ്മളൊന്ന് റിഫ്രഷ്ഡ് ആവും. നമുക്ക് കണ്ണാടി നോക്കുമ്പം ഒരു സന്തോഷമൊക്കെ വരും. അതാണ് അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കോൺസ് ഒക്കെ പറയുകയാണെങ്കിൽ, ആദ്യം തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒത്തിരി റഫ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹെയർ നല്ലോണം ഡ്രൈ ആവും. സോ അത് നല്ലോണം ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഹെയർ സ്ട്രെങ്ത് ഒക്കെ നല്ലോണം കുറയും. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കണ്ടിന്യൂസ്ലി ഹെയർ കളർ ചെയ്യുന്ന ഒരാളാണ്. ഇയർലി വൺസ് എങ്കിലും ഞാൻ പോയിട്ട് കളർ ഒന്ന് ടച്ച് ചെയ്തിട്ടെങ്കിലും കൊടുക്കും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്ട്രൈറ്റ്നർ ഇല്ലെങ്കിൽ നമ്മൾ ബ്ലോ ഡ്രൈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് മാറ്റേഴ്സല്ല. ചില സമയത്തെങ്കിലും നമ്മൾ അതൊക്കെ വിട്ടിട്ട് നല്ലോണം എന്താ പറയുക, നമുക്ക് തരുന്ന ആ ഒരു ഫീൽ ഗുഡ് എന്നുള്ളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, അപ് ടു യു, നിങ്ങളുടെ ഡിസിഷനാണ്. ഞാൻ കളർ ചെയ്യാറുണ്ട്. അടുത്ത ചോദ്യം സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് ചോദിക്കാറുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ല മോയ്സ്ചറൈസർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള അഫോർഡബിൾ മോയ്സ്ചറൈസറിൽ നിന്ന് നല്ലൊരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ഇട്ടുകൊണ്ടൊക്കെ പറഞ്ഞുതരാം. അതാണ് നല്ലത്. പുറത്ത് പോവാണ് നമ്മളൊരു കോഫി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ ഗായ്സ്. സോ ഞാൻ റെഡിയായി, ഡ്രസ്സൊക്കെ ചെയ്തത് ഒരു വൈറ്റ് കുർത്തിയാണ് ഇട്ടിരിക്കുന്നത്. ഇഷ്ടമായോ നിങ്ങൾക്ക്? നല്ല സിൽവർ ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ സാഫ്രൺ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്ലോ തരുന്നത്. ബട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഹു സെൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ദാറ്റ് ആർ ഫോർമുലേറ്റഡ് വിത്ത് സാഫ്രൺ അല്ലെങ്കിൽ കേസർ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാവും ആ പ്രൊഡക്ട്സ് എല്ലാം ഓതൻറ്റിക് ആണ് അല്ലെങ്കിൽ അതിലുള്ളത് നാച്ചുറൽ സാഫ്രൺ ആണ് എന്നുള്ളത്? Introducing the Ayuga Kashmiri Saffron Moisturizing Cream made with GI tagged Kashmiri saffron that is sourced from the fields of Pampur, Kashmir. Look at the packaging, it's so beautiful. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ? റിയലി നൈസ് അല്ലേ? ഇത് നോൺ സ്റ്റിക്കി ആണ്, നോൺ ഓയിലി ആണ്, പെർഫെക്റ്റ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ഇതിൽ SPF 25 ഉണ്ട്. ഇതിൽ കാശ്മീരി സാഫ്രൺ ഉണ്ട് which has antioxidants that actively reduce sun damage and make skin glow. ഹാൻഡ് പിക്ഡ് സാഫ്രൺ സ്ട്രാൻഡ്സ് എന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് that are cold press extracted for high potency. Nothing at all. I'm ruminating on a blank wall, but I feel stuck here in the middle. ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ എപ്പോഴും ക്രേവ് ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ ഗ്ലോ നമുക്ക് തരും. Crazy people.
ഇത് നല്ല എഫക്റ്റീവാണ്. ബിക്കോസ് ഇത് യൂസ് ചെയ്തിട്ടുള്ള 94% യൂസേഴ്സും പറഞ്ഞിട്ടുള്ളത് 2 വീക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് നല്ല വിസിബിൾ റിസൾട്ട് കണ്ടു എന്നാണ്. ആൻഡ് ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. സോ നോ ടോക്സിൻസ് ഓർ നോ ഹാർംഫുൾ കെമിക്കൽസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് യൂസ് മൈ കൂപ്പൺ കോഡ് NIMI2024 ഫോർ 10% ഡിസ്കൗണ്ട് ഓൺ ആയുഗാസ് വെബ്സൈറ്റ്. ഓക്കെ, സോ ഞാൻ റെഡി ആയിട്ടോ. നമുക്ക് ഇറങ്ങിയാലോ? നല്ലൊരു കോഫി എടുത്തിട്ട് വരാം. നെക്സ്റ്റ് ചോദ്യം പൂജയുടെയാണ്. ഹൗ മച്ച് സ്ക്രീൻ ടൈം യു ഗിവ് ആര്യൻ, അതർവൈസ് ഹൗ ഡു യു എൻഗേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയാം ആര്യൻ 3 വയസ്സാണ്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അവനെ എൻ്റർടൈൻ ചെയ്ത് അവനെ എൻഗേജ് ചെയ്ത് ഇങ്ങനെ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പാരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാവുന്ന സമയത്ത്. ആര്യൻകുട്ടിന് സ്ക്രീൻ ടൈം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ എന്നാലും കുഞ്ഞു പിള്ളേരല്ലേ, അവർ ഡിമാൻഡ് ചെയ്യും. ബിക്കോസ് അവർ യൂസ് ടു ആണ് അതിനോട്. അവർക്ക് ഇഷ്ടമുള്ള ഷോസൊക്കെ ടി വിയിലുണ്ടാകുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യും. എന്നാലും ഞങ്ങൾ ഫുഡ് കൊടുക്കുന്ന സമയത്താണ് ആര്യൻകുട്ടി മോസ്റ്റ്ലി TV കാണാനുള്ള ഒരു സമയമായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഹി നോസ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ചിലപ്പോൾ ഡിന്നർ ടൈമിൽ സ്കിപ്പ് ചെയ്യും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് എൻഗേജ്ഡ് ആക്കി അവൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അവനത് ഫുഡ് കഴിക്കുമ്പോൾ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു ടൈമാണ് ആര്യൻകുട്ടന് നമ്മൾ സ്ക്രീൻ ടൈമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ അമ്മമാർക്കും അറിയാവുന്നതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഇപ്പോൾ വർക്ക് വൈസ് വന്നാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവൻ സേഫായിട്ടിരിക്കാൻ എനിക്ക് വേറെ വഴിയില്ല. സോ ഐ ഡു ദാറ്റ്. യെസ്, ഐ എം ദാറ്റ് മദർ. ഐ ഡു ദാറ്റ്. ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഞാൻ പറയും, മുത്ത് കണ്ടോളൂ, സേഫായിട്ട് ഇവിടെ ഇരിക്കണം. ബിക്കോസ് അവനെ അവൻ്റെ റൂമിലോ അല്ലെങ്കിൽ കളിക്കാനൊക്കെ വിടുന്ന സമയത്ത് ആളിപ്പോൾ മോസ്റ്റ്ലി കട്ടിലിൻ്റെ മുകളിലും ജനലിൻ്റെ മുകളിലും ഒക്കെ ചാടി പണി തരുന്ന ഒരു ടൈമാണ്. കണ്ണ് തെറ്റിയ ബാത്റൂമിൻ്റെ അകത്തേക്ക് ഓടിയിട്ട് ഉടുപ്പൂരി അലക്കുക, ഇതൊക്കെയാണ് ആളുടെ എൻ്റർടൈൻമെൻറ്റ്. സോ എനിക്ക് അങ്ങനെ വിടാനും പറ്റില്ല. സോ ഐ ഹാവ് ടു കീപ് ഹിം സേഫ് അല്ലേ. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. എനിവേസ് ഇൻ 2 months ആര്യൻകുട്ടൻ സ്കൂളിൽ പോയി pre-KG തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവൻ ഡേ ടൈം മൊത്തം അവിടെ ഹാപ്പി ആയിട്ട് കളിച്ചിരുന്നോളും. അവൻ ഓൾറെഡി സ്കൂൾ ഇഷ്ടപ്പെട്ടു. നമുക്ക് പറ്റുന്നത് പോലെ കുറയ്ക്കാൻ നോക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പം ആര്യൻകുട്ടൻ ഫുഡ് കഴിക്കുമ്പം വീഡിയോ കാണുന്ന അവൻ കണ്ടുകൊണ്ട് വീഡിയോസ് എന്തെങ്കിലും കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്തിനാണ് കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ വീഡിയോ ഇട്ട് കൊടുക്കുന്നത്? അല്ലെങ്കിൽ എല്ലാവരുടെയും ഇപ്പോൾ പല റീൽസിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കുഞ്ഞിന് ഫുഡ് വല്ല കഥയൊക്കെ പറഞ്ഞ് കൊടുത്തൂടെ? ബട്ട് മേ ബി നിങ്ങൾ അങ്ങനെ ശീലിച്ച് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവും, നിങ്ങൾക്ക് അതിനുള്ള ക്ഷമ ഉണ്ടാവും, നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. മേ ബി നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. സോ ഓരോരുത്തരെയും സ്റ്റോറീസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്താണോ വർക്ക് ചെയ്യുന്നത് അത് ചെയ്യുക. ഒരു മദറിനെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകണ്ട. അവർക്ക് അവരുടെ രീതി, റെസ്പെക്ട് ദാറ്റ് ഈസ് എ ബേസിക് തിങ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. കൈൻഡ് ആവുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഡേ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതിനോട് കുറച്ച് കൈൻഡ് ആവുക, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക, അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക, അവരുടെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ അറിയുന്നത് അതിൻ്റെ അമ്മയ്ക്കാണ്. കുഞ്ഞിന് ഹാമാവുന്ന ഒന്നും ഒരു അമ്മ ചെയ്യില്ല. സോ ലെറ്റ്സ് റെസ്പെക്ട് ദാറ്റ്, അല്ലേ? നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്യാമിൽ കൃഷ്ണയാണ്. ആർ യു ഹാപ്പി വിത്ത് ദിസ് ഹെക്റ്റിക് വർക്ക് ലോഡ്? ഹൗ മച്ച് ഫ്രീ ടൈം ഓർ മീ ടൈം ഡു യു ഹാവ്? ഇഫ് യു ആർ എൻജോയിങ് ആൻഡ് ഹാപ്പി വിത്ത് ഇറ്റ്, യു ആർ സിംപ്ലി ഓസം മൈ ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ടൂ മച്ച് വർക്ക് ആവുന്ന സമയത്ത് യെസ് ഓഫ് കോഴ്സ് അതങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം എനിക്ക് ഉണ്ടാവാറില്ല. ഒരു ടാസ്കിൽ മാത്രം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. ബിക്കോസ് ഐ എം എ മദർ, ഐ ഹാവ് എ ബേബി അറ്റ് ഹോം. അപ്പോൾ എനിക്ക് എൻ്റെ ക്വാളിറ്റി ടൈം, വർക്ക് ചെയ്യാനുള്ള എൻ്റെ ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ് എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഹൗ മച്ച് ഫ്രീ ടൈം ഓർ മീ ടൈം ഡു ഐ ഹാവ് എന്ന് ചോദിച്ചാൽ, ഒരു വീക്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 വീക്സിൽ വൺസൊക്കെ ഞാൻ ഇതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകും, ഒരു കോഫി കഴിക്കും, ഒരു ഫുൾ ഡേ മോൾസിൽ ചുമ്മാ നടക്കും.
ചുമ്മാ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടക്കും. ചില നൈറ്റ്സിൽ മോൻ ഉറങ്ങിക്കഴിയുമ്പം ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ട് എനിക്കിഷ്ടമുള്ള എൻ്റെ എന്തെങ്കിലും സീരീസ്, കൊറിയൻ സീരീസോ ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഫാൻറ്റസി വേൾഡിലിരിക്കും. അങ്ങനെയൊക്കെ എന്നെ ഹാപ്പിയാക്കാൻ പല രീതിയിൽ ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ആക്ച്വലി. ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ അങ്ങ് പോവും, അത്രയേ ഉള്ളൂ. അപ്പം ഈ വർക്ക് തീർച്ചയായിട്ടും ഹാപ്പിയാണ്. വർക്ക് ഇല്ലെങ്കിൽ ഞാൻ തീരെ ഹാപ്പി അല്ല. എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് വർക്ക് ലോഡ് കൂടുമ്പോൾ ഇറ്റ്സ് എ സ്ട്രെസ് ആക്ച്വലി. ബട്ട് അത് മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഞാൻ ഇടാറുണ്ട്. ഒന്ന് ബാലൻസ് ചെയ്തിട്ട് പോകാൻ, വർക്കും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. എന്തായാലും ചോദ്യം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. It's 4 o'clock in the evening. I haven't left my room, but the truth is, if I'm honest, I feel stuck here. സോ നെക്സ്റ്റ് ചോദ്യം സ്ലോപ്പി ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഐ ഡി എന്നാണ്, എനിക്ക് പേരറിയില്ല. എനിവേയ്സ് ഹായ്. ഇത് ചോദ്യം ഉണ്ടല്ലോ, ഞാൻ കുറേ നാളായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. വി ഓഫൻ നോട്ടീസ് ദാറ്റ് ദ ലൈഫ് ഓഫ് സെലിബ്രിറ്റീസ് ഓർ ഇൻഫ്ലുവൻസേഴ്സ് ദാറ്റ് വി സീൻ ഓൺ സോഷ്യൽ മീഡിയ ഇസ് സ്റ്റാർക്ക്ലി different from their real life. People try to keep negativity out of their videos, but it provides an impression of a perfect life and perfectly happy folks. Are you open to sharing what are the pain points and issues that you face in your life? സോ ഈ ഒരു ചോദ്യം ഞാൻ കുറേ ആയിട്ട് വിചാരിച്ചാണ്. ഇതായിരുന്നു തോന്നുന്നു ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോൾ ആദ്യം ഞാൻ നോട്ടീസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ആണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ ആ ഒരു ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീക്ക് സൈഡ് നമ്മൾ ഷെയർ ചെയ്യാറില്ല. ബിക്കോസ് അത് എല്ലാവരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം എനിക്കും ഉണ്ട് എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, എൻ്റെ ബാഡ് ഡേയ്സ്, ഗുഡ് ഡേയ്സ്. അപ്പോൾ ആ സമയത്ത് യെസ്, ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കും, ഷെയർ ചെയ്യും. അപ്പം എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം നിങ്ങൾ ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ബാഡ് ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾക്കില്ലല്ലോ. അതേപോലെയാണ് എൻ്റെ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഇഷ്യൂസ് ഉള്ളൊരു ദിവസം അല്ലെങ്കിൽ വിഷമങ്ങളുള്ളൊരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്യാറില്ല. ബിക്കോസ് നമ്മുടെ വൈബിനും അത് എഫക്റ്റ് ചെയ്യും. എനിക്ക് നല്ലൊരു വീഡിയോ, നല്ലൊരു ഹാപ്പി വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ ഉള്ളിലുള്ള ഇമോഷൻ മാത്രമേ എൻ്റെ വീഡിയോയിൽ കൂടി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആക്ടിങ് അല്ല, എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല അവിടെ. ബിക്കോസ് എൻ്റെ ബേബി ഇൻക്ലൂഡഡ് ആണ്, എൻ്റെ ഹസ്ബൻഡ് ഇൻക്ലൂഡഡ് ആണ് ഒരു വ്ളോഗിൽ. സോ അവരെല്ലാം വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വീഡിയോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അറിയാലോ, നടക്കില്ല അതൊന്നും. സോ അങ്ങനെ ഒരു ഡൗൺ ഫീലുള്ള ഒരു ഡേ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യാറില്ല. ഐ വിൽ വെയിറ്റ് നല്ലൊരു മൂഡ് വരാൻ വേണ്ടിയിട്ട്. ഐ മേക്ക് മൈസെൽഫ് ഹാപ്പി ഫസ്റ്റ്, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വ്ളോഗ് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ നിങ്ങൾ പറയാറില്ലേ, ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ വീഡിയോ കാണുമ്പോൾ, നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ട്. നിങ്ങളുടെ ഒരു ഡേ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ തരാൻ എനിക്ക് പറ്റാറുണ്ട് എൻ്റെ വ്ളോഗിൽ കൂടി എന്നൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറ്റണമെങ്കിൽ എനിക്ക് ആദ്യം സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ അതിന് ഞാൻ ട്രൈ ചെയ്യും. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാവരുടെ ഹാപ്പി സൈഡ്സാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഓരോരോ ദിവസവും നമ്മൾ ഡിഫിക്കൽട്ടീസിൽ കൂടി ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ അത് മാനേജ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഇറ്റ്സ് നോട്ട് നെസസറി എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണം എന്നുള്ളത് അല്ലേ. നമുക്ക് ലൈഫിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട്, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും സ്ട്രേഞ്ചേഴ്സാണ്, നമുക്കറിയില്ല. സോ ഐ എം നോട്ട് കംഫർട്ടബിൾ അവിടെ അങ്ങ് വന്നിട്ട് വെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Am I one of those crazy people? സോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ ഈ ടോക്ക് ലവിൻ്റെ ദാറ്റ് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ബ്യൂട്ടി ബ്ലിസ് എന്നുള്ള അക്കൗണ്ട് എന്നുള്ള ചോദ്യമാണ്. ഹലോ, ഹായ് ഡിയർ, ഡിഡ് യു സ്റ്റോപ്പ് ബ്രസ്റ്റ് ഫീഡിങ് യുവർ ബേബി? ഇഫ് യെസ്, പ്ലീസ് ഷെയർ ദ ടിപ്സ് ആൻഡ് ട്രിക്സ് ഓർ ടെക്നിക്സ് യൂസ്ഡ്. പ്ലീസ് ഷെയർ. നമ്മളെ അമ്മമാരുടെ ലൈഫിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് ടൈം എന്ന് പറയുന്നത്. ബിക്കോസ് നിർത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നിർത്തും എന്നുള്ള ഒരു ഫേസ് ഉണ്ടല്ലോ, അത് ദാറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് തീർച്ചയായിട്ടും അതറിയാം, ഞാൻ അതിൽ കൂടി ഗോ ത്രൂ ചെയ്ത ആളാണ്. ഈ ഒരു ചോദ്യം ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാനുള്ള കാരണം, അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മദേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ക്ലൂലെസ് ആണ്. ഈവൻ ഞാൻ ക്ലൂലെസ് ആയിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? ബിക്കോസ് എനിക്ക് ബേബിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല, അവൻ ചോദിക്കുമ്പോൾ നോ പറയാൻ പറ്റില്ല. ഇതെല്ലാവരുടെ അവസ്ഥയാണ്. ഇനി ആര്യൻകുട്ടൻ്റെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ, അവന് 2.5 വയസ്സുണ്ടായപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. പതുക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പതുക്കെ ബേബിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. നോക്ക്, അമ്മയുടെ അടുത്ത് ഇത് പാല് കുറവാണ് കേട്ടോ, ചിലപ്പോൾ ഇനി ആരും കൂട്ടും കുടിക്കാനുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞാൻ അവന് ഉള്ളിലേക്ക് കൊടുക്കും. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ബേബിയുടെ അടുത്ത് നിന്ന് ഒരു 2 നൈറ്റ് വിട്ട് നിൽക്കുക, പിന്നെ തിരിച്ചു വരുമ്പം
പാല് ചോദിക്കില്ല എന്ന്. അങ്ങനെ അറിയില്ല എനിക്ക്, ബിക്കോസ് ഞാനത് ചെയ്തിട്ടില്ല. ആര്യൻകുട്ടനെ വിട്ടിട്ട് ഒരു ദിവസം നിൽക്കാനുള്ള ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എപ്പോഴും ആലോചിക്കും ഒരു സോളോ ട്രിപ്പ് എന്തായാലും പോകണം. 3 വർഷമായിട്ട് ഞാൻ എങ്ങോട്ടും ഒറ്റയ്ക്ക് പോയിട്ടില്ല. പിന്നെ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോറി എന്ന് പറയുന്നത് 2.5 വയസ്സ് വരെ ഞാൻ ഫീഡ് ചെയ്തു. ഞാൻ ഫ്ലവേഴ്സിൽ കട്ടുറുമ്പ് എന്നുള്ള ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് പോകുമ്പം രാവിലെ ഒരു 6 o'clock അവിടെ എത്തണം. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എത്തുമ്പോൾ ചിലപ്പോൾ രാത്രി 2 മണി 3 മണി. അപ്പം മോൻ്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ്റെ അമ്മയുടെ അടുത്തും അല്ലെങ്കിൽ ഗോപുവിൻ്റെ അമ്മയുടെ അടുത്തോ വന്ന് നിൽക്കാൻ റിക്വസ്റ്റ് ചെയ്യായിരുന്നു. ഇല്ലെങ്കിൽ ഗോപു ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ അവൻ ഉറങ്ങിയെണിക്കുന്നതിന് മുന്നേ ഞാൻ പോവും. അവൻ ഉറങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഞാൻ എത്തുക. സോ ഈ 2.5 ആയപ്പോൾ 2.5 വയസ്സായ സമയത്ത് നിർത്തണം എന്നുള്ള ഭയങ്കര ആഗ്രഹം എനിക്കുണ്ട്. ബിക്കോസ് ഞാൻ അത്രയും നാളും രാത്രി ഉറങ്ങിയിട്ടില്ല. 2.5 വർഷം പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈം തൊട്ടും ഈ ഒരു 2.5 വർഷം രാത്രി കണ്ടിന്യൂസ്ലി ഉറക്കം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അത് മറന്നുപോയി. ഞാൻ 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഇല്ലെങ്കിൽ 12 മണിക്കും ഉറക്കമില്ല. അത് വേറെ ലെവൽ ഓഫ് ലൈഫാണ് ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫീഡിങ് മദേഴ്സിനെ അറിയാം. അപ്പോൾ അതെങ്ങനെയെങ്കിലും നിർത്തിയിട്ടൊന്ന് ഉറങ്ങണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് നല്ലോണം തോന്നി തുടങ്ങിയിരുന്നു. അതിൻ്റെ കൂടെ വർക്കും കൂടെ ആകുമ്പം ചില സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തലയൊക്കെ ചിലപ്പോൾ ഔട്ടായിപ്പോവും. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. അപ്പം ഈ ഒരു ഫ്ലവേഴ്സിലെ ഷോ ചെയ്യുമ്പോൾ ഞാൻ ഇവനെ കാണുന്നില്ലല്ലോ. 2 ദിവസം കണ്ടില്ല. രാത്രി ഞാൻ വരും, അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കൂടെ കിടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം ഗോപു ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇപ്പുറത്ത് മാറിക്കിടക്ക്, ഞാൻ നടുവിൽ കിടക്കാമെന്ന്. ഇത് ജസ്റ്റ് ഹാപ്പൻ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അവൻ അന്ന് ഫസ്റ്റ് നൈറ്റ് അവൻ പാല് ചോദിച്ചില്ല. ബിക്കോസ് അവൻ ഉറങ്ങുമ്പോൾ അടുത്ത് കിടക്കുന്ന കണ്ട ഗോപുവിനെയാണ്. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ അടുത്തില്ല എന്ന്. എനിവേസ് ഞാൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗും പോയി. പിറ്റേ ദിവസം വന്നപ്പം ഗോപു എൻ്റെ അടുത്ത് പറഞ്ഞു, ശരിയായിടാ അവൻ ചോദിച്ചില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാലോ. ആൾക്കും അറിയാം ഞാൻ ഭയങ്കര ടയേർഡാണ്, ഉറക്കമില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ. അപ്പോൾ അന്ന് വന്നിട്ട് അവൻ ഷൂട്ട് കഴിഞ്ഞ ദിവസം രാത്രി ചോദിച്ചപ്പം ഞാനും ഗോപു നൈസായിട്ട് പറഞ്ഞു, ആര്യൻകുട്ടൻ 2 നൈറ്റ് കുടിക്കാത്തത് കൊണ്ട് പാല് ചിച്ചിയായും തോന്നുന്നു. ഇനി പാല് കേടാവില്ലേ കുറേ നേരം ഇങ്ങനെ വെച്ചാൽ? അത് കുടിച്ച വയറ് വേദനിക്കും, ബൂബു വരും, ഛർദ്ദിക്കും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ആളിച്ചിരി ഒന്ന് ബാക്കടിച്ചു, പേടിച്ചു. എന്നാലും വരൂ കേട്ടോ, ഓക്കെ ആണോ അമ്മ ഇപ്പം ശരിയായി. അതൊരു ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനാണ്. ഭയങ്കര വിഷമം വരും നമുക്ക്. ചിലപ്പോൾ നമ്മളൊക്കെ പിടിവിട്ടും കൊടുത്താലോ പാവല്ലേന്ന് തോന്നും. പക്ഷേ അങ്ങനെയായിരുന്നു എൻ്റെ ഫീഡിങ് നിന്നത്. പതുക്കെ അത് ഇനി കുടിച്ചാൽ ചീത്തയാവും, ഇനി കുടിച്ചാൽ വയറുവേദന വരും, അയ്യോ ഇനി കുടിച്ചാൽ അത് ചിച്ചിയായില്ലേ, അങ്ങനെ പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. പക്ഷേ അപ്പോൾ ഒരു ഭയങ്കര വിഷമം വരുവാണെങ്കിലും എനിക്ക് ഒരു ദിവസം ആ ഇടയിൽ ഒരു ദിവസം ഞാൻ വല്ലാണ്ട് കരഞ്ഞു. ബിക്കോസ് ഐ വാസ് നോട്ട് റെഡി ടു സ്റ്റോപ്പ് ഇറ്റ് സഡൻലി. വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഞാനും വിചാരിച്ചില്ല. ഒരു ദിവസം കുഞ്ഞ് ഉറങ്ങുന്ന കണ്ടപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് കരഞ്ഞു അവനെ നോക്കിയിട്ട്. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മളിത് പെർമനൻ്റായിട്ട് നിർത്തുകയാണ്. ആ ഒരു കണക്ഷൻ നമുക്കറിയാം, അത് ഭയങ്കര കണക്ഷനാണ് ബേബി ആയിട്ടുള്ളത്. അത് നമുക്ക് മാത്രമേ ലോകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ വാസ് ബ്ലെസ്ഡ് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിൽ അതിൻ്റെ ഒരു ക്ലോഷർ അവിടെ കൊടുത്തു അന്ന് കരഞ്ഞിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ജേണി ആയിരുന്നു അത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ജേണി അല്ലേ. സോ ഗൈസ്, ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ജേണി എന്ന് പറയുന്നത് ഓരോ മദേഴ്സിനും ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളെ ആദ്യം അതിന് റെഡിയാക്കുക. ബിക്കോസ് ആ സംഭവം സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളാണ് ആദ്യം റെഡി ആവേണ്ടത്. എന്നിട്ട് കുഞ്ഞിനെ റെഡിയാക്കുക പതുക്കെ. അപ്പോൾ ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോരാളുടെയും മെത്തേഡ് രീതികളൊക്കെ വേറെയാണ്. അപ്പം അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ഭയങ്കര സങ്കടം ഉണ്ടാവും നമുക്ക്. എന്നാലും നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. നമുക്കും രാത്രിയൊക്കെ ഉറങ്ങണ്ടേ, ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴെങ്കിലും നമുക്ക് നിർത്തിയിട്ട് ഉറങ്ങണ്ടേ. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റോറി. എനിക്കറിയില്ല ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. അപ്പം നമുക്ക് അടുത്ത ഈ ടോക്ക് ലവിൻ്റെ എപ്പിസോഡിൽ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് വിചാരിക്കുന്നു ഈ ടോക്ക് ലവ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, ഓൾ ദ സപ്പോർട്ട്. ലവ് യു. ബൈ.